ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4 മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഒരു കണ്ടക്ടറിലേക്കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡോട്ടിനെ അല്ലെങ്കിൽ ആ ചെറിയ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു എക്സ്പെരിമെന്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഉണ്ടാവുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ എക്സ്പെരിമെന്റിലൊക്കെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷൻ ഒരു ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ കറണ്ട് എപ്പോഴും മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നു, അത് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. എന്നാൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണക്കാക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്, നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ എക്സ്പെരിമെന്റിൽ പാസ് എ കോപ്പർ വയർ ത്രൂ എ കാർഡ്ബോർഡ്. ഈ കാർഡ്ബോർഡിന്റെ ഉള്ളിൽ കൂടെ ഒരു കോപ്പർ വയർ നമ്മൾ കടത്തി ആൻഡ് അറേഞ്ച് ഇറ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ഓഫ് ദ കാർഡ്ബോർഡ്. ഈ കാർഡ്ബോർഡിന്റെ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു കോപ്പർ വയർ നമ്മൾ ഇതിലൂടെ കൊണ്ടുവന്നത്. കണക്ട് ദ കോപ്പർ വയർ ഇൻ സീരീസ് വിത്ത് 9 വോൾട്ട് ബാറ്ററി. ഈ കോപ്പർ വയറിൽ എന്തൊക്കെ കണക്ട് ചെയ്യണം? ഒരു 9 വോൾട്ടേജ് ബാറ്ററി കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ബെൽ സ്വിച്ച് കണക്ട് ചെയ്യണം. അറേഞ്ച് സ്മോൾ മാഗ്നറ്റിക് കോമ്പസസ് ഇൻ എ സർക്കുലർ ഷേപ്പ് അറൌണ്ട് ദ കോപ്പർ വയർ ഓൺ ദ കാർഡ്ബോർഡ്. കണ്ട, ഈ കാർഡ്ബോർഡിന്റെ മേലെ ചെറിയ ചെറിയ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചു. ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്. എന്നിട്ട് നമ്മൾ ബെൽ സ്വിച്ച് ഓൺ ചെയ്തു. ഒബ്സർവ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ. ഇവിടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് പോകുമ്പോൾ കണ്ട, നമുക്കറിയാം ഇത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവിടെ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ട, എല്ലാ കോമ്പസും നമ്മൾ ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇതാണ് കണ്ടക്ടർ, AB എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ്. അപ്പൊ ഇതിന് ചുറ്റും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഈ കാർഡ്ബോർഡ് ബോർഡ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ കോമ്പസ് ഒക്കെ, ഇത് ഇവിടുത്തെ കോമ്പസ് ഇതിങ്ങനെ പിന്നിങ്ങനെ പിന്നിങ്ങനെ ഇങ്ങനെ 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 അങ്ങനെയായിരിക്കും. അതായത് ഇതിന് ചുറ്റുമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ക്ലോക്ക് വൈസ് ആയിരിക്കില്ല. ഇപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നെങ്കിൽ ആ ഡയറക്ഷൻ അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, അത് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ ഡയറക്ഷൻ നോക്കി, AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടക്ടർ ആണ്. ആ ഒരു പ്രസ്താവനയിലാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇവിടെ നോക്കി, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അതായത് ഇതാണ് AB എന്ന് പറഞ്ഞ കണ്ടക്ടർ. നമ്മൾ നേരത്തെ ആ ഒരു എക്സ്പെരിമെന്റിൽ കണ്ട അതേ കണ്ടക്ടർ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കണ്ടക്ടർ നമ്മുടെ റൈറ്റ് ഹാൻഡോട് ഇങ്ങനെ പിടിക്കുമ്പോൾ, ഇതേപോലെ പിടിക്കുകയാണെങ്കിൽ ഈ ഒരു AB എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ ഈ തമ്പ് മുകളിലേക്കാണല്ലോ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. കറണ്ട് എങ്ങനെ പോകുന്നു എന്നുള്ള ഡയറക്ഷനാണ് ഈ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കി ഈ 4 പേരിലുണ്ടല്ലോ, അത് നമ്മൾ കണ്ടക്ടർ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് പിടിച്ചേക്കാം അല്ലെ, കണ്ടക്ടറിനെ എൻസർക്കിൾ ചെയ്ത് പിടിച്ചേക്കാം. ഈ 4 ലൈൻ കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. അപ്പൊ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കും, തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ 4 എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ആ ഫിംഗർ എൻസർക്കിൾ ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷനെ കാണിക്കുന്നു? അപ്പൊ നിങ്ങൾ നോക്കിയേ, കണ്ട ഇങ്ങനെയാണ് ഈ ഒരു കൈ പിടിക്കുന്നത്, കണ്ട ഇതിങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസിന് നേരെ
ഓപ്പോസിറ്റ് ഉള്ള ആന്റി ക്ലോക്ക് വൈസ്. കണ്ട, ഇങ്ങനെയാണോ ക്ലോക്ക് പോകുന്നത്? ഇങ്ങനെയല്ല ക്ലോക്ക് പോകുന്നത്, ക്ലോക്ക് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ കറണ്ട് ഇതേ കണ്ട നമ്മുടെ കൈ വെച്ചേക്കുന്ന ഇങ്ങനെ ആയതുകൊണ്ട് ഇതേ കണ്ട ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഓർക്കണ ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ ആണെങ്കിൽ ബാക്കി 4 ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഈ സംഭവം ഇങ്ങനെ പിടിക്കുമ്പോൾ നേരെ പോകുന്നത്, തമ്പ് പോകുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ ഇത് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? കണ്ട, അപ്പൊ വെൻ ദ കറണ്ട് ഈസ് ഫ്രം എ ടു ബി, എന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകുന്നു. ഇതാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. എ ബി നമ്മൾ പിടിച്ചിരിക്കുന്ന കണ്ടക്ടർ. അപ്പൊ എപ്പോഴും കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ നോർത്ത് പോൾ ഓഫ് ഈച്ച് മാഗ്നറ്റിക് ഡിഫ്ലക്ട് എന്ന് പറയുമ്പോൾ അവിടെ നോർത്ത് പോൾ, ഒരു നോർത്ത് പോൾ ഇതേ കണ്ട, നമ്മൾ ഇത് ഇങ്ങനെ അങ്ങടാന്ന് വിചാരിക്കും, അതേപോലെ തന്നെയാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് നമുക്ക് തോന്നും ഇത് ക്ലോക്ക് വൈസിലാ പോണേന്ന്. പക്ഷെ അവിടെ മാഗ്നറ്റിക് നീഡിന്റെ ഡിഫ്ലക്ഷൻ അല്ല പറഞ്ഞേക്കുന്നത്, അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടക്ടർ നമ്മൾ എൻസർക്കിൾ ചെയ്ത് പിടിക്കുക എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്? കണ്ട, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആൻസർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കണ്ട, ദിസ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കണ്ട, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് റൂള് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ടാണ് ഇവ കണ്ടുപിടിക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് എന്താണ് പറയുന്നത്? ഇമാജിൻ ഹോൾഡിംഗ് എ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു കണ്ടക്ടർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ്. തമ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത് തമ്പാണ്. ദ ഫിംഗേഴ്സ് സർക്കിൾഡ് അറൌണ്ട് അല്ലെങ്കിൽ കേൾഡ് അറൌണ്ട് ദ കണ്ടക്ടർ. കണ്ടക്ടറിനെ പിടിച്ചിരിക്കുന്ന 4 പേരിലുണ്ടല്ലോ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂൾ ഏതാന്ന് ചോദിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആ 4 ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്ത് പിടിച്ചിരിക്കുന്നത് അത് എന്തിന്റെ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ. ആംബിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ can also be used to find the direction of magnetic field around a current carrying conductor. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചു, അതേപോലത്തെ റൂളാണ് ആംബിയർ സ്വിമ്മിംഗ് റൂൾ. ഈ റൂളും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു റൂളാണ് ആംബിയർ സ്വിമ്മിംഗ് റൂൾ. ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇമാജിൻ എ പേഴ്സൺ സ്വിമ്മിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ ആലോചിക്കേണ്ടത് തമ്പ് എങ്ങനെ പിടിച്ചാലും, ഇപ്പൊ ഈ തമ്പ് താഴോട്ട് പിടിച്ചാലും അത് സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതാണ് എ ബി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടർ എ ബി എന്നാ അല്ലെങ്കിൽ ബി സി എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒരു കണ്ടക്ടറിന്റെ ഈ കണ്ടക്ടർ നമ്മൾ പിടിക്കുന്ന പോലെ ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇലക്ട്രിക് കറണ്ടിനാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ, നമ്മൾ റൈറ്റ് ഹാൻഡോട് പിടിക്കുമ്പോൾ ഈ ഭാഗമാണ് തമ്പ് വരുന്നത്, ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്. ആ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷന് എന്താ പറയുക, സെയിം ആയിട്ടാണ് ഈ കുട്ടി മൂവ് ചെയ്യുന്നത്, അല്ലെ, ഈ ഒരു പേഴ്സൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരാ? ഈ ഒരു കണ്ടക്ടർ നമ്മൾ എൻസർക്കിൾ ചെയ്ത് നമ്മുടെ 4 പേരിലുകൊണ്ട് പിടിക്കുമ്പോൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. കണ്ട, ഇങ്ങനെ വരുന്നത്, കണ്ട, ഇങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ്, അല്ലെ. കണ്ട, ഇങ്ങനെയാണ് ഈ സംഭവം മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആ പേഴ്സന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇനിയിപ്പോൾ തമ്പ് താഴെ വന്നാലും അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഓർക്കുണ്ടോ? തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ബാക്കി 4 ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. അടുത്തൊരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. മേക്ക് 2 ഹോൾസ് ഇൻ എ കാർഡ്ബോർഡ്. ഇവിടെ ഈ ഒരു ഫിഗർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ കാർഡ്ബോർഡിൽ 2 ഹോൾസ് ഇട്ട് കൊടുത്തു.
പാസ് എ കോപ്പർ വയർ ത്രൂ ദീസ് ഹോൾ. ഈ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ ഒരു കോപ്പർ വയർ നമ്മൾ കടത്തി. ഇതിന്റെ കോപ്പർ വയറിന്റെ അടിയിൽ നമ്മളൊരു ബാറ്ററി വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു ബെൽ സ്വിച്ച് വെച്ചിട്ടും കണക്ട് ചെയ്തു ഈ അടിയിലത്തെ കോപ്പർ വയറിന്. ഈ മോളിലത്തെ ഒരു ലൂപ്പ് പോലെ നമ്മൾ നിർത്തി, അതായത് ഇങ്ങനെ പാസ് ചെയ്തൊരു വളവ് പോലെ നമ്മൾ ഈ കോപ്പർ വയറിനെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഈ 2 ഹോള് നമുക്കറിയാലോ, ഈ 2 ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോപ്പർ വയർ കടത്താൻ വേണ്ടി. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചിട്ടുണ്ട്. AB എന്നറിയപ്പെടുന്ന 2 മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയാം, ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ പോണു, ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞത് ഈ വലിയ വരയാണ്, ചെറിയ വരയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഇതിങ്ങനെ കണ്ട ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നു അതേപോലെയാണ് കറണ്ട് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഇനി കറണ്ട് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഈ AB എന്ന് പറഞ്ഞ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യും. നമുക്കറിയാലോ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ മാഗ്നറ്റിക്കിന് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഡിഫ്ലക്ട് ചെയ്യും, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഉണ്ടാവുന്ന ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇവിടെ സർക്കിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ A എന്ന് പറഞ്ഞ ആ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. B എന്ന് പറഞ്ഞ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ട ഇങ്ങനെയാണ് വരുന്നത്. അതായത് A എന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് കോമ്പസിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. എന്നാൽ B എന്ന് പറഞ്ഞ ആ ഒരു മാഗ്നറ്റിക് കോമ്പസിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. B ഡിഫ്ലക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും A ഡിഫ്ലക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നോക്കിയേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറണ്ട് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദ കോയിൽ ദാറ്റ് ഫേസസ് യു. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായതുകൊണ്ട് ഈ സംഭവം എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഒഴുകുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ കറണ്ട് ഒഴുകുക. ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ നന്നായി പഠിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ. ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ എയുടെ അടുത്തുള്ള ഫ്ലക്സ് ലൈൻ ആണോ ബിയുടെ അടുത്തുള്ള ഫ്ലക്സ് ലൈൻ ആണോ എന്നൊന്നും നമുക്കറിയില്ല. സാധാരണ കോമൺ ആയിട്ട് ഈ ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ A എന്ന് പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസിലാണ് ആ ഒരു ഫ്ലക്സ് ലൈൻ കിടക്കുന്നത്. B എന്ന് പറഞ്ഞത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിടക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് കോയിലിന്റെ അകത്തോട്ടായിരിക്കും, ഇൻ ടു ദ കോയിലായിരിക്കും. ഇനി ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലോ അത് ഔട്ട് ഓഫ് ദ കോയിലായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഇൻ ടു ദ കോയിലായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഔട്ട് ഓഫ് ദ കോയിലായിരിക്കും. അതിപ്പോ താഴെ നിങ്ങൾക്ക് നന്നായിട്ട് അത് പറഞ്ഞ് മനസ്സിലാവും കേട്ടോ. ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മൾ പറഞ്ഞു, ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ. എന്താണ്? ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഇൻ ടു ദ കോയിൽ ആയിരിക്കും. കണ്ട, ഇനി ഇവിടെ നോക്കിയേ, ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ക്ലോക്ക് വൈസ്, അതാണ് മെയിൻ പോയിന്റ്. ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ, ഇവിടെ AB എന്നൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഫ്ലക്സ് ലൈൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് വിൽ ബി ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ ആയിരിക്കും, കോയിലിന്റെ ഉള്ളിലോട്ടായിരിക്കും. ഇഫ് ദ കറണ്ട് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ വിൽ ബി ഔട്ട്വേർഡ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോ പരീക്ഷയ്ക്ക് ഇപ്പൊ നേരെ തിരിച്ച് നിങ്ങളോട് പറയാണ്, ഇവിടെ കറണ്ട് ഒഴുകുന്നത് എന്താ പറയാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻ എന്തായിരിക്കും? ഇൻ ടു ദ കോയിൽ ആണോ ഔട്ട് ഓഫ് ദ കോയിൽ ആണോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഔട്ട് ഓഫ് ദ കോയിൽ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വരും,
വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് ദ ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്? ഇതൊക്കെ നടക്കണമെങ്കിൽ ബെൽ സ്വിച്ച് ഓൺ ചെയ്യണം. ബെൽ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഇതിലൂടെ കറണ്ട് ഒഴുകുള്ളൂ. കറണ്ട് ഒഴുകിയാൽ മാത്രമേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കം മുതലുള്ള കോൺസെപ്റ്റ്. ഇവിടെ ബെൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഫ്ലോ നിൽക്കുമ്പോൾ കറണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വാനിഷ് ചെയ്യും, ഇല്ലാണ്ടാവും. അതും നന്നായി പഠിച്ചിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.